വിനോദസഞ്ചാരി ശ്രീ സതീഷ് നമുക്കിപ്പം ചേർന്ന്. സതീഷ്, താങ്കൾ എവിടെയാണുള്ളത്? ഈ പഹൽഗാമിലായിരുന്നു, ഈ ആക്രമണം നടന്നതിന് അടുത്തായിരുന്നു, എവിടെയായിരുന്നു? നമ്മൾ 80 കിലോമീറ്ററാണ് ഈ പഹൽഗാം പറഞ്ഞ സ്ഥലം. താങ്കൾ നിൽക്കുന്ന സ്ഥലത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാണോ? ഇപ്പോൾ പി ബസന്ത് ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. പി ബസന്ത് നമ്മുടെ പ്രേക്ഷകരോട് പറയുകയായിരുന്നു, കാരണം എല്ലായിടത്തും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ്, എന്താണ് സംഭവിച്ചത് എന്ന കാര്യങ്ങളൊക്കെ പരിശോധിച്ചു. നമ്മൾ ടൂറിസം സീസണാണല്ലോ, കാരണം സ്കൂളൊക്കെ അടച്ച സമയമാണ്, കുട്ടികളെ ഉൾപ്പെടെ കുടുംബവുമായി എല്ലാവരും യാത്ര പോകുന്ന സമയമാണ്. ആശ്വാസമായി മലയാളികളാരുമില്ല, പക്ഷേ നമ്മുടെ തന്നെ ആളുകളാണ്. 10-28 പേർ അവിടെ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാൻ കഴിയുന്ന ഒന്നല്ല. താങ്കളുള്ള സ്ഥലത്ത് ഈ സംഭവം ഉണ്ടായതിനു ശേഷം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇവിടെ ഞങ്ങളിപ്പോ പുറത്തൊരു മിലിറ്ററി ഫുള്ള് കവേർഡാണ്. ഞങ്ങളിപ്പോ താമസിക്കുന്ന ഏരിയ ഞങ്ങളിപ്പോ പുറത്തിറങ്ങി നോക്കിയപ്പോ ആ റോഡ് ഫുള്ള് മിലിറ്ററിയുടെ കൺട്രോളാണ്. ആക്ച്വലി ഞങ്ങളൊരു 12 പേരുടെ ഒരു ഫാമിലിയാണ് വന്നിരിക്കുന്നത് കേരളത്തിൽ നിന്ന്. അപ്പൊ ഞങ്ങൾ ഈ ആക്രമണം നടന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ മറ്റന്നാളാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ സുരക്ഷിതരാണോ? ഞങ്ങൾ സുരക്ഷിതമാണ്, ഇവിടെ കുഴപ്പമില്ല. ഇവിടെ ഞങ്ങൾ പിന്നെ തൊട്ടടുത്ത് ഹോട്ടലിൽ കുറെ മലയെല്ലാം ഞങ്ങൾ കണ്ടിരുന്നു. ഇവിടെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ ആക്രമണം നടന്ന സ്ഥലം ഞങ്ങൾ മറ്റന്നാൾ ഷെഡ്യൂൾ ചെയ്തൊരു സ്ഥലമായിരുന്നു. ആക്ച്വലി പ്രത്യേകമായ എന്തെങ്കിലും നിർദ്ദേശമുണ്ടോ സഞ്ചാരികൾക്ക്? ഒന്നുമില്ല, ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഒന്നുമില്ല. അപ്പൊ നാളെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവിടെയും ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് യാത്ര ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എത്ര പേരുണ്ട്? ഈ സംഘം വലുതാണോ അതോ താങ്കൾ ഒറ്റയ്ക്കാണോ? ഞങ്ങൾ 12 പേര് അടങ്ങുന്ന ഒരു ഫാമിലി ആണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അവിടെ നിന്ന് വരുന്ന വലിയ ആശ്വാസകരമായ വിവരമല്ല, പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ധൈര്യത്തോടുകൂടി നേരിടുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ആകെ അഭിമാനം ആണ്. ഭീകരതയ്ക്കെതിരായ പോരാട്ടം നമ്മൾ എപ്പോഴും അതിനുവേണ്ടി വലിയ ഊർജ്ജസ്വലതയോടെ മുന്നിട്ട് നിൽക്കണം എന്നത് നമ്മുടെ സൈനിക ശക്തിയുടെയും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നുമാണ്. നമ്മുടെ ആഭ്യന്തര സുരക്ഷ വളരെ പ്രധാനമാണ്, ആർക്കും ഒരു തരത്തിലും ഇടപെടാൻ സമ്മതിക്കാത്തതുമാണ്. ഇപ്പോൾ നിങ്ങളുള്ള സ്ഥലത്ത് മറ്റ് വിദേശ രാജ്യങ്ങളിലെ ഒട്ടേറെ ടൂറിസം വിനോദസഞ്ചാരികളുണ്ടോ? ഉണ്ട്. ഞങ്ങൾ മറ്റ് സംസ്ഥാനത്തെ കുറെ പേരുണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ ആക്ച്വലി ഞങ്ങളിപ്പോ ഒരു ഷോപ്പിൽ പോയപ്പോ അവിടുത്തെ കാശ്മീരികൾ ഞങ്ങളോട് പറഞ്ഞ, കാശ്മീരികൾ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾ ഒരിക്കലും. ഇപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ എന്ന് തിരിച്ചു വരും എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ സഞ്ചാരത്തിൽ നേരത്തെ നിശ്ചയിച്ച പോലെ തന്നെ ആ ദിവസങ്ങൾ എല്ലാ അതുപോലെ തന്നെയാണ്. ഞങ്ങൾ ഈ പഹൽഗാമിലേക്ക് അവിടെ ഓപ്പൺ ആണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോകാനായിട്ട് തന്നെ, കാരണം ഞങ്ങൾ അത്രയ്ക്കും ആഗ്രഹിച്ചു വന്നൊരു സ്ഥലമാണ്. അപ്പൊ അതിന് കാണണം നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ അവിടെ കുഴപ്പമില്ലെങ്കിൽ ഞങ്ങള് ഒരു ദിവസം കൂടി ഷെഡ്യൂൾ മാറ്റിയിട്ട് അങ്ങോട്ട് പോകാനൊരിതുണ്ട്. ബാക്കി എല്ലാ സ്ഥലങ്ങളും ഷെഡ്യൂൾ പ്രകാരം പോകാനാണ്. ഞങ്ങൾ 27-ാം തീയതിയാണ് റിട്ടേൺ വരുന്നത് അങ്ങോട്ട്. ഈ പഹൽഗാമിന് സമീപത്തേക്കാണോ നിങ്ങളുടെ അടുത്ത യാത്ര നേരത്തെ പ്ലാൻ ചെയ്തിരുന്നത്? ഞങ്ങൾ മറ്റന്നാളാണ് ഞങ്ങൾ അങ്ങോട്ട് ഞങ്ങളുടെ ടൂറ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഞങ്ങൾ ഗുൽബർഗ് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ആക്ച്വലി ഇന്ന് ഗുൽബർഗ് ആണ് ഇവിടുത്തെ ഏറ്റവും വിദേശ സഞ്ചാരികളുള്ള സ്ഥലം. അവിടെയാണ് ഇത് സംഭവിച്ചെങ്കിൽ വളരെയധികം വലിയൊരു ഇത് നടന്നേനെ. ഇപ്പോൾ സൈന്യത്തിന്റെയും ജമ്മു പോലീസിന്റെയും സാന്നിധ്യം, ജാഗ്രത അത് കനത്തിട്ടുണ്ട്. അവിടെ എല്ലായിടത്തും അരിച്ചു പറക്കുന്നുണ്ട് ഭീകരർക്കായി. അത്തരം വിവരങ്ങളാണ് അവിടെ നിന്ന് ആശ്വാസകരമായ വിവരങ്ങളാണ് സുരക്ഷാ സേനയുമായി ബന്ധപ്പെട്ട് അവർ സേനാവൃത്തങ്ങൾ പങ്കുവയ്ക്കുന്നത്. എന്നാലും സുരക്ഷിതരായി ഇരിക്കുക. ഇത്തരം മലയാളികൾ ഉൾപ്പെടെ നിരവധി സഞ്ചാരികൾ ജമ്മു കാശ്മീരിലുണ്ട്. അതിനിടയിലാണ് രാജ്യത്തെ ഞെട്ടിച്ച ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഇങ്ങനെയൊരു ഭീകരാക്രമണം ഉണ്ടായത്.